മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വിധം, സ്വർഗത്തിന് ചേർന്ന വിധത്തിൽ മക്കളെ ഈ ഭൂമിയിൽ ഏറ്റവും വിശുദ്ധിയോടെ കൊണ്ടുപോകുവാനുള്ള ചില ശ്രമങ്ങളും ചില പങ്കുവയ്പ്പുകളും ചില വചനങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ആത്മീയ സംസാരം, അതാണ് മധുരമൊഴി. നമ്മെ സഹായിക്കുന്ന നമ്മുടെ ഒപ്പം ഉള്ള കുടുംബം ബാംഗ്ലൂരിൽ നിന്നുള്ള കുടുംബമാണ്. പ്രിയപ്പെട്ട ജോമിൻ ചേട്ടനും സ്റ്റെല്ല ചേച്ചിയുമാണ്. അവർക്ക് 4 മക്കളുണ്ട്. സ്നേഹപൂർവ്വം ഇവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പമുള്ള പ്രിയപ്പെട്ട കൗൺസിലർ, പ്രിയപ്പെട്ട നമ്മുടെ സുല്യേട്ടനാണ്. ചേട്ടൻ ഏഞ്ചൽസ് ആർമിയുടെ മാഗസിൻ്റെ എഡിറ്ററാണ്, ടീച്ചറാണ്, 6 മക്കളുടെ അപ്പനാണ്. ഏറ്റവും വലിയ ടൈറ്റിൽ അതാണ്. പ്രിയപ്പെട്ട സുല്യേട്ടനെയും ഈ പ്രോഗ്രാമിലേക്ക്, ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിപ്പോൾ ഫിലിപ്പൈൻസിൽ പഠിക്കുകയും അതോടൊപ്പം തന്നെ ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുകയാണ്. നല്ല മനോഹരമായ സ്ഥലമാണ്. പള്ളിയിലൊക്കെ നിറച്ച ആൾക്കാർ. ഞായറാഴ്ച ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ ചിലപ്പോൾ 4, 5, 6 കുർബാനയുടെ ദിവസങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കുർബാനയ്ക്കും പള്ളി നിറച്ച ആൾക്കാരാണ്. കുർബാനയെ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ കാണുന്നു. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ചർച്ചാണ്. അതുപോലെ തന്നെ എന്നെ അതിനേക്കാൾ അത്ഭുതപ്പെടുത്തിയ ചില കാര്യങ്ങൾ, എല്ലായിടത്തും കുർബാനയാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലൊക്കെ എല്ലായിടത്തും കുർബാന. റെയിൽവേ സ്റ്റേഷനിൽ, അല്ലെങ്കിൽ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ കുർബാന, പോസ്റ്റ് ഓഫീസിൽ കുർബാന, കോളേജിൽ കുർബാന, സ്കൂളിൽ കുർബാന. എല്ലാറ്റിനും ഉപരിയായിട്ട് ഷോപ്പിംഗ് മോളിലും കുർബാനയുണ്ട്. ഷോപ്പിംഗ് മോളിൽ ഓൾമോസ്റ്റ് എല്ലാ വലിയ ഷോപ്പിംഗ് മോളുകളിലും വലിയ പള്ളിയുണ്ട്, ചാപ്പലുണ്ട്. നമ്മുടെ ഇടവപ്പള്ളികളേക്കാൾ മനോഹരമായ വലിയ AC ഒക്കെ ഇട്ട നല്ല സീറ്റിംഗ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ചാപ്പലുകളുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ സൺഡേ ഒക്കെ അവിടെ പോയി കുർബാനയിൽ പങ്കെടുക്കുക, അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് നടത്തി തിരിച്ചു വരിക. അപ്പോൾ ഞാനിതൊക്കെ ഭയങ്കര ആകാംക്ഷയോടും ആശ്ചര്യത്തോടൊക്കെ നോക്കി കാണുമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ചിന്ത തോന്നിയത്, ശരിക്കിത് ശരിയാണ്, ഒത്തിരി അവൈലബിലിറ്റി കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇത് നന്മയാണോ തിന്മയാണോ എന്ന് പിന്നെ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ആൾക്കാർ ഞായറാഴ്ച അധികം ഒരു ഇടവപ്പള്ളിയിൽ വരുന്നില്ല. മറിച്ച് എല്ലാവരും ഷോപ്പിംഗ് മോളുകളിൽ പള്ളികളുള്ളതുകൊണ്ടും അത് ഇച്ചിരി നല്ല വിശാലമായ പള്ളികളായതുകൊണ്ടും അതിനുശേഷം ഫാമിലി വന്നിട്ട് ഷോപ്പിംഗ് നടത്താൻ, ഭക്ഷണം കഴിക്കാൻ ചോയ്സ് ഉള്ളതുകൊണ്ടും എല്ലാവരും ഷോപ്പിംഗ് മോൾ തിരഞ്ഞെടുക്കുന്നു. അതെനിക്ക് തോന്നി അതൊരു സാത്താൻ്റെ വലിയൊരു പ്ലേ ആയിട്ട്, ഫൗൾ പ്ലേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ശരിയാണ്, ഞായറാഴ്ചയുടെ ടൈറ്റിൽ നമുക്കറിയില്ല, സാബത്ത്. ഹോളി HOLY ആണ്, HOLI അല്ലല്ലേ? കറക്റ്റ് അല്ലേ? HOLIDAY അല്ല, HOLYDAY ആണ് സൺഡേ. അത് സാബത്ത് ആചരിക്കുക, ഹോളി ആയിട്ട് ആചരിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ കൂടിയൊക്കെ നമ്മുടെ സാബത്തുകളിലൊക്കെ ഒരു ചൈതന്യം നഷ്ടപ്പെട്ടു പോയിട്ട് ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഷോപ്പിങ്ങും ഈറ്റിങ്ങും ക്ലീനിങ്ങും പിന്നെ ഔട്ടിങ്ങും, ഈ കുറേ ഇങ്ങുകളിലേക്ക് നമ്മുടെ ഞായറാഴ്ച ചുരുങ്ങിപ്പോയി. പക്ഷേ നമുക്ക് മനോഹരമായിട്ട് ഒത്തിരി നല്ല ആചാരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊക്കെ ഒരു തിരിച്ചു പോരാനുള്ള ഒരു കുഞ്ഞ് ഇൻവിറ്റേഷനാണ് ഇന്നത്തെ മധുരമൊഴിയിലെ ഈ സംസാര വിഷയവും ഇവരുടെ പങ്കുവയ്പ്പുകളും. എങ്ങനെ നമുക്ക് സാബത്ത് പരിശുദ്ധമായിട്ട് ആചരിക്കാം, കർത്താവിൻ്റെ ദിവസം എങ്ങനെ വിശുദ്ധമായിട്ട് നമുക്ക് ആചരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കൗൺസിലിൽ തന്നെ തുടങ്ങാം. പ്രിയപ്പെട്ട സുല്യേട്ട, അവൻ സംസാരിച്ചു തുടങ്ങാം. സാബത്ത് എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ സാബത്തൊക്കെ ആഘോഷിക്കുന്നതും സാബത്ത് എങ്ങനെയാണ് ആഘോഷിക്കപ്പെടേണ്ടതും? നമുക്ക് ഒരു കാര്യം ഇതാണ്, അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ സാബത്തിൻ്റെ ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയാണ്. നമ്മുടെ സാധാരണ ഇടവകളിലാണെങ്കിൽ പോലും, കുട്ടികളുടെ കേസിലാണെങ്കിൽ പോലും, ഞാൻ ടീച്ചറാണ്, അതുകൊണ്ട് സൺഡേ എന്ന് പറയുമ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അത് സ്പെഷ്യൽ ട്യൂഷനുള്ള ദിവസമാണ്. കുറേ ഹോംവർക്ക് എടുക്കാനുള്ള ദിവസമാണ്. അതുപോലെ ചില സാറന്മാർ അന്ന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് എപ്പോഴെങ്കിലും വന്ന് കുർബാനയ്ക്ക് അറ്റൻഡ് ചെയ്ത് പോയിട്ട് എത്രയും പെട്ടെന്ന് ട്യൂഷന് പോകുക എന്നുള്ള ഒരു ശ്രമത്തോട്ട് പോകും. ഞങ്ങളുടെ അവിടെ ഒരു അച്ഛൻ ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ പോയി പറഞ്ഞ് അച്ഛൻ അന്ന് വെക്കരുതെന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥ പോലും വന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് ഈ പള്ളി വന്നില്ലേ കുഴപ്പമില്ല, പക്ഷേ ട്യൂഷന് പോയില്ലേ പ്രശ്നമാണ്. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് ചെയ്ത് കൊടുക്കണമെന്ന് പേരൻസ് അറിയത്തില്ല. പ്രയോറിറ്റൈസ് ചെയ്യാൻ വീട്ടുകാരാണെങ്കിലും അന്ന് ഉറങ്ങാനുള്ള ദിവസമാണ്. കുറേ ദിവസം ഉറക്കം നിങ്ങളെ പോലെ എല്ലാ ദിവസവും ജോലിയുള്ളവർക്ക് ഉറങ്ങാനുള്ളത് അല്ല, വാഷിംഗ് ഡേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ കുറേ ഇങ്ങനെയുള്ള വീട്ടിലെ കുറേ വർക്കുകൾ, പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അന്ന് ഇച്ചിരി ഇറച്ചി കഴിക്കാനുള്ള ദിവസം, സൺഡേ ആകുമ്പോൾ ഇറച്ചി വാങ്ങിക്കാനുള്ള ദിവസം. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ലോകത്തിൽ എങ്ങനെ ഒരു സൺഡേ ആഘോഷിക്കുന്നു അതുപോലെ ആയി പോകുന്നു നമ്മുടെ സൺഡേയും. അപ്പോൾ ഇത് ശരിക്കും അപകടകരമായൊരു പോക്കാണ്. കുട്ടികളാണെങ്കിലും അവർ തമ്മിൽ പങ്കുവെക്കുമ്പോഴും ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു അവരും അന്ന് കളിക്കാനുള്ള ദിവസവും ഒക്കെ ആയി പോകുന്നു. പക്ഷേ ശരിക്കും നമ്മൾ ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും എന്ന് പറയുമ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് സഭ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബങ്ങൾ വളരെ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യം. കാരണം നമുക്ക് അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ദിവസത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്
നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ്. ഇച്ചിരി വളരെ ഒരു ഹോട്ട് ടോപ്പിക്കാണ്, ഒത്തിരി ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയം കൂടിയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സുകളും അതുപോലെ സ്പെഷ്യൽ കോച്ചിങ്ങുകളൊക്കെ മാത്രം അവൈലബിൾ ആവുന്ന സൺഡേയിലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ രാവിലെ മുതൽ ഉച്ചവരെ വേണോ, അതോ വേറെ സമയത്ത് വേണോ, അതോ ഷോർട്ട് പാക്കേജായിട്ടും ക്യാപ്സുകളായിട്ടും കൊടുത്താൽ മതിയോ, ഒത്തിരി ഡിബേറ്റ് നടക്കുന്ന ഒരു ഹോട്ട് ഇഷ്യൂ കൂടിയാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വരാം. പ്രത്യേകിച്ച് നിങ്ങൾ ബാംഗ്ലൂരുള്ള ഹൈടെക് സിറ്റിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ചേട്ടൻ അധ്യാപകനും സൺഡേ സ്കൂൾ അധ്യാപകൻ കൂടിയാണല്ലേ. വീക്ക് ഡേയ്സ് മുഴുവൻ ജോലിയുണ്ട്, വീക്കെൻഡിൽ സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ ഒരു സാബത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ ബാംഗ്ലൂർ സിറ്റിയിലും അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു തിരക്കുള്ള ജീവിതത്തിൽ എങ്ങനെ പാലിക്കാൻ പറ്റുന്നത്? അതേക്കുറിച്ച് പറയുവാണെങ്കിൽ ശരിക്കും സാബത്ത് സൺഡേ ആണെങ്കിൽ പോലും ഞങ്ങളുടെ എൻ്റെ മനസ്സിലോട്ട് വരുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സാറ്റർഡേ തന്നെ നമ്മളിതിന് ഒരുങ്ങി തുടങ്ങണം. സൺഡേ തന്നെ പാലിക്കാൻ കഷ്ടപ്പെടുന്ന സമയത്താണ് ചേട്ടൻ സാറ്റർഡേ വരെ തുടങ്ങണമെന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പിറ്റേ ദിവസത്തെ റീഡിംഗ് ഒക്കെ വായിച്ച് അതേക്കുറിച്ച് ഒരു ചെറിയ മെഡിറ്റേഷനൊക്കെ, അതായത് അതൊരു 15 മിനിറ്റ്സ് കൂടെ ഒന്നും കുടുംബത്തിൽ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എപ്പോഴും നെക്സ്റ്റ് ഡേയിലത്തെ റീഡിംഗ് ആണ് ഞങ്ങൾ അന്ന് രാത്രി വായിക്കും. നമ്മുടെ കലണ്ടർ ഉണ്ടല്ലോ അല്ലേ, ലിറ്ററേച്ചർ കലണ്ടറിൽ കിട്ടും തലവസ് റീഡിംഗ്. അല്ലെ മൊബൈലിൽ കുറെ ആപ്പുകൾ ഇത് അവൈലബിൾ ആണ്. അപ്പം ഞങ്ങൾ ലിറ്ററേച്ചർ കലണ്ടർ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളത് എടുത്ത് വായിക്കും, ഒരാൾക്ക് ഒരു റീഡിങ്. സൺഡേ ആണെങ്കിൽ നമുക്ക് 3 റീഡിംഗ് ഉണ്ട്, 3-4 റീഡിംഗ് ഉള്ള ദിവസങ്ങൾ. അപ്പോൾ ആ 3 റീഡിംഗ് വായിച്ചിട്ട് അതേക്കുറിച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. കുർബാനയുടെ ആദ്യ ഭാഗം തലവസം തന്നെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതൊത്തിരി മീനിങ് ഫുൾ ആയിട്ട്, പ്രത്യേകിച്ച് സൺഡേ മാസ്റ്റർ തോന്നിയിരിക്കുന്നത് അച്ഛൻ വൈകുന്നേരം പോകുന്ന ആ ഒരു ഹോംലിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അപ്പം നമ്മുടെ ആ ഒരു മെഡിറ്റേഷന് അത് വളരെ ഉപകാരപ്രദമാകാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സൺഡേക്ക് ശരിക്കും ഒരുങ്ങണമെന്ന് തന്നെയാണ്. ഒരു 15 മിനിറ്റ് നമ്മൾ എടുത്തതെങ്കിൽ പോലും നമ്മൾ ഒരുങ്ങി സൺഡേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. പിന്നെ മറ്റൊന്ന്, സൺഡേ വാഷിംഗ് ഡേ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡേ ഒക്കെ ആക്കി ഇപ്പോൾ പറഞ്ഞല്ലോ. പക്ഷെ ആ ഒരു കാര്യങ്ങളിലേക്കാളും ഉപരി നമ്മൾക്കിപ്പോൾ കുക്കിംഗ് തന്നെ ഏറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ ഏറ്റവും മിനിമമായ ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നൊരു ദിവസമാണ് അന്ന് ഞങ്ങൾ. കഷ്ടപ്പെടും. ഇവിടെ അന്നാണ് സൺഡേ ആണ് ഞങ്ങളെ മലയാളികൾ സ്വാഭാവികമായിട്ട് ഇച്ചിരി വിഭവസമൃദ്ധമായി ഇറച്ചി മീനൊക്കെ വെക്കുന്നൊരു ദിവസം. ഇടയ്ക്കൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്കൊന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ തലമുറയിലൊക്കെ ആൾക്കാർ തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുമായിരുന്നാണ് പറയുന്നത്. അന്ന് കുക്കിംഗ് ഒഴിവാക്കിയിട്ട് തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച് അന്ന് സ്വസ്ഥമായിട്ട് അവർ അന്ന് അത് ശരിക്കും നമുക്കിപ്പോൾ പ്രായോഗികമാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇന്നെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് സാറ്റർഡേയോ അല്ലെങ്കിൽ വേറെ ഏതൊരു ദിവസം നമുക്കത് അവൈലബിൾ ആണ്, നമുക്കത് വാങ്ങിച്ചു വയ്ക്കാം, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ സൺഡേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചിട്ട് കർത്താവിന് വേണ്ടി, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ച് നേരത്തെ പോകാൻ ശ്രമിക്കുക. നമുക്കൊരു 15 മിനിറ്റ് മുമ്പേ പോയി ഈ പോകുന്ന വഴിക്ക് നമ്മുടെ ആ ഇൻറ്റൻഷൻസ്, കുടുംബത്തിൻ്റെ ഇൻറ്റൻഷൻസ് ഒക്കെ പറഞ്ഞ് നമ്മളൊരു ഹോളി ആയിട്ട് തന്നെ ആ ഹോളി ഡേ തന്നെയായിരിക്കണം അത്. അപ്പോൾ ആ ഒരു 15 നിമിഷം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തന്നെയാണ് ആ ഒരു ദിവസം അർപ്പിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഒരു കുറേ പ്രാക്ടീസുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ പ്രിപ്പറേഷനെ പറ്റി പറഞ്ഞപ്പോൾ മദ്രസ പറയുന്ന ഈ അകന്നൊരുക്കും അടുത്തൊരുക്കും എന്ന് പറഞ്ഞ മനോഹരമായ ധ്യാനമുണ്ട്. തലേദിവസം തന്നെ വചനം വായിച്ച് പിറ്റേ ദിവസം ബലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുക, ബലി തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഒരുങ്ങുക. അത് മദ്രസ ധ്യാനത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ പഴയ തലമുറയിലൊക്കെ എത്ര മനോഹരമായിട്ട് ആൾക്കാരെ കൈ ജവമാലയൊക്കെ കോർത്ത് പിടിച്ച് വഴി കൂടി അപ്പച്ചന്മാരൊക്കെ ജവമാലിൽ കടന്നു പോകുന്ന മനോഹരമായ പ്രഭാതങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞാൽ അത് പെട്ടെന്ന് ഓർക്കുമായിരുന്നു. ചേച്ചി പറയണമെങ്കിൽ. പിന്നെ സൺഡേസിൽ ഞങ്ങൾ അങ്ങനെ ഷോപ്പിങ്ങോ പർച്ചേസിങ്ങോ എന്തെങ്കിലും അത്യാവശ്യം മരുന്നോ അങ്ങനത്തെ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. പിന്നെ വീട്ടിലാണെങ്കിലും തുണി വാഷിങ്ങോ ക്ലീനിങ്ങോ അങ്ങനെ എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് രാവിലത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് വെച്ചാൽ രാവിലെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും മിനിമം ആയിട്ടുണ്ടാക്കും. ലഞ്ച് മാത്രമാണ് ഒരുപാട് ഇതായിട്ട് ഉണ്ടാക്കാറില്ല. വൈകുന്നേരത്തേക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അന്ന് കൂടുതലും കുർബാനയ്ക്ക് പോയി വന്നു കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ആരാധനയ്ക്ക് പോകണം. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചിന്തകൾ മാത്രമേ ഉള്ളൂ സൺഡേസ്. അല്ലാതെ സൺഡേസ് വേറെ ഒന്നിനെക്കുറിച്ച് പുറത്തു പോയി വേറെ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച്, വേറെ എൻ്റർടൈൻമെൻറ്റ്സോ അപ്പോൾ പിക്നിക്കോ അങ്ങനെ പാർട്ടിക്ക് പോകുന്നതിനെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും ഒരിക്കലും പിന്നെ പോകാൻ താല്പര്യപ്പെട്ടിട്ടില്ല. പിള്ളേർക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കും സൺഡേ ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പറയണം. അപ്പോൾ അവരും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് മേടിക്കാൻ പോകണം, അവർ പറയും ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് വാങ്ങിക്കാൻ പാടില്ലോ എന്ന് അവർ നമ്മളെ തിരുത്തി തരുന്ന ഒരു അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഒപ്പം തന്നെ എന്താണ് ചെയ്യേണ്ടത് അതും കൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണമായിരിക്കും. അതായത് നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ആ സൺഡേ ഒരു ദിവസം വിശുദ്ധമായിട്ട് ആചരിക്കാൻ വേണ്ടി, അപ്പാർട്ട് ഫ്രം നമ്മുടെ കാറ്റഗിസം
അതല്ലാതെ നമ്മൾ എന്താണ് പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇപ്പം അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വചനം വായിച്ച് നമ്മൾ ശരിക്കും ഒരുങ്ങണം. ആ ഒരുക്കത്തിൽ എനിക്ക് തോന്നുന്നത് സൺഡേ മാസ് ഒരു കത്തോലിക്കിനെ സംബന്ധിച്ച് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവൻ്റെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ, നമ്മുടെ ആ ഒരു ആഴ്ചയിൽ വന്ന എല്ലാ നിയോഗങ്ങളും നമ്മൾ ശരിക്കും നമ്മുടെ ഹൃദയമാണ് നമ്മൾ അർപ്പിക്കാൻ പോകുന്നത്. ആ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. ആ ഹൃദയത്തിൽ ചേർത്ത് അത് വേറെ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഒരു ദിവസം അത് ചെയ്തിരിക്കണമെന്നുള്ളത് നിർബന്ധ ബുദ്ധിയാ പിടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ നമുക്ക് ഞങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഫാമിലി ഇൻറ്റൻഷൻ എന്നാണെന്നുള്ളത് നമ്മൾ ഒന്ന് ചുമ്മാ ചോദിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ടാവും. കഴിഞ്ഞ ദിവസം അടുത്ത ആഴ്ചത്തെ എക്സാം പഠിക്കണം. പിന്നെ അപ്പച്ചന്മാർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇവരുടേതായ എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ കോമൺ ആയിട്ട് പറയും. അപ്പോൾ ഈ ഒരു 4 കാര്യവും ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഫാമിലി ഇൻറ്റൻഷൻ ഇതാണ്, ഇതിന് കൂടാതെ നിങ്ങളുടെ ഇൻറ്റൻഷൻസും കൂടെ പറഞ്ഞോളുക. ഇത് ആർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന വളരെ സിമ്പിളായ ഒരു മെത്തേഡാണ്. കുടുംബം ഒരുമിച്ച് യാത്ര ചെയ്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പൊക്കെ തന്നെ ഒന്ന് കുർബാനൊക്കെ ഒരുക്കിയിട്ട് പോകുക കുഞ്ഞുങ്ങളെ. പണ്ടൊരു എപ്പിസോഡിൽ ഇവിടെ ഇരുന്ന ഒരാൾ കുമ്പസാരത്തിന് വണ്ടി പോകുമ്പോൾ ഒരുക്കുന്ന ജോസേട്ടൻ ഒരുക്കുന്ന പറഞ്ഞു എല്ലാവരും പറഞ്ഞ് ഓരോ പാപങ്ങളുടെ മേഖലകളൊക്കെ പറഞ്ഞൊരുങ്ങുന്നതിനെ പറ്റി, കുർബാനയ്ക്ക് ഇങ്ങനെ ഒരുങ്ങുന്നതിനെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നല്ല നല്ല മനോഹരമായ മെത്തേഡാണത്. ഒപ്പം തന്നെ നമ്മൾ ഈ ആഴ്ചയിലെ ആദ്യ ദിവസമായതുകൊണ്ട് ആ ആഴ്ച മുഴുവൻ ആവശ്യമായ കൃപകൾ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങൾക്കും ദിവസമാണ്. കാരണം നമ്മൾ കൃപയാനുള്ള ജീവിതമാണല്ലോ വിശ്വാസ ജീവിതം. ശരിക്കും അത് വിശ്വാസം ഇല്ലാത്തവരെ സംബന്ധിച്ച വിഷയമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ദൈവകൃപ കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനം വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന വചനം ഓർത്തുകൊണ്ട് ആ ആഴ്ചത്തേക്കുള്ള കൃപ സ്റ്റോർ ചെയ്യേണ്ട ദിവസമാണെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. സൺഡേസിലാണെങ്കിലും കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോയി പ്രാർത്ഥിക്കുന്ന കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ എൻ്റെ ഈശോ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദിവ്യബലി. അതിനെക്കാട്ടും കൂടുതലായിട്ട് ഒരു ബ്ലെസ്സിങ് എനിക്ക് ഈ ദിവസം കിട്ടാനില്ല. അതെപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പറയും ഈശോയെ സ്വീകരിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ പിന്നെ ഈശോ ഉള്ളതുപോലെ നമ്മൾ പെരുമാറണം. മറ്റുള്ളവരോട് തമ്മിലാണ് അത് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ വഴക്കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈശോയാണ് നമ്മൾ വേദനിപ്പിക്കുക. അപ്പോൾ പിള്ളേരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ കുസൃതി കാണിച്ച് ഈശോനെ ഒരു മുറിവും കൂടെ കൊടുക്കണോ? അങ്ങനെ ഒരു നല്ല ചോദ്യം. ഈശോ കരയുന്നവർക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഈശോയുടെ ദേഹത്തോടെ ബ്ലഡ് വരുന്നതൊക്കെ. അപ്പോൾ ശരിക്കും നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് ഒരു അടിയും കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ബ്ലഡ് അത് വേണോന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സിമ്പിളായിട്ട് കുഞ്ഞുങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത്. ചേട്ടാ, നമുക്ക് തിരിച്ച് നമ്മുടെ കാറ്റഗിസത്തിലേക്ക് വരാം. താങ്കൾ അധ്യാപകനും കൂടിയാണല്ലോ. എങ്ങനെയാണ് ഈ കാറ്റഗിസം പലപ്പോഴും നമുക്കൊരു മടുപ്പുള്ള കാര്യമാണല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ. എങ്ങനെയാണ് വീക്ക് ഡേയ്സ് മുഴുവൻ ക്ലാസ്, അതിനുശേഷം വീണ്ടും ഫസ്റ്റ് ബുക്ക്, സെക്കൻഡ് ബുക്ക് എന്നൊക്കെ പറഞ്ഞ് 2 പുസ്തകങ്ങൾ പഠിക്കാൻ, അതും രാവിലെ തൊട്ട് ഉച്ചവരെ ക്ലാസ്, പലപ്പോഴും ഇത് ഭയങ്കര ഒരു തൊല്ലയായിട്ടോ ബേർഡനായിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കാറ്റഗിസം പോലും വ്യാഖ്യാനിക്കപ്പെടുന്നത്. വേണമെന്നൊക്കെ തന്നെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സ്കൂളിൽ കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ക്യാപ്സിലായിട്ട് കൊടുത്തുവിടാന്നൊക്കെ. എങ്ങനെയാണ് ഈ ഒരു കാറ്റഗിസത്തിൻ്റെ പ്രത്യേകത? നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നു, മക്കളുള്ള ഇമ്പാക്റ്റും, അതാണ് നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടത്. കാറ്റഗിസത്തിന് അവന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സ്കൂളിൽ അത് അവനൊരു ആവറേജ് ബേസിലേ പഠിക്കത്തുള്ളൂ. അവന് ജസ്റ്റ് പിന്നെ ഹൈ മാർക്സ് ഒന്നും വേണ്ട, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പാസ്സാണ്, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് പഠിക്കുന്നത്. കാറ്റഗിസത്തിന് വേണ്ടി ഞാൻ എക്സ്ട്രാ എഫേർട്ട് എടുക്കും. അത് എഴുതി പഠിക്കാമെന്ന് എഴുതി പഠിക്കും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിനുണ്ടായിരുന്ന അത്രയും വചനം ബൈ ഹാർട്ടായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ 3ാം ക്ലാസ്സിൽ തൊട്ടാണ് റിട്ടേൺ എക്സാം. അപ്പോൾ 3ാം ക്ലാസ് തൊട്ട് ഇവർക്ക് ബൈബിൾ ക്വിസും ഉണ്ട്. ബൈബിൾ ക്വിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് മാർക്കിന്റെ സുവിശേഷം 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ പോലെ ഇവന് ഫുള്ളായിട്ട് വായിക്കാൻ അറിയത്തില്ല എല്ലാ വേർഡ്സൊന്നും. അപ്പോൾ ഞാനത് വായിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് ഓഡിയോ ഇവനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഓഡിയോ വെച്ചുകൊണ്ട് ഈ ബൈബിൾ നോക്കി വായിച്ച് കൊടുക്കും. ഇപ്പോൾ മനസ്സിലായി സംഭവങ്ങളുടെ സീക്വൻസ് മനസ്സിലായി. കുഞ്ഞുങ്ങൾക്ക് ഇത്രയും ക്രേസ് തോന്നാൻ, ഇത്രയും ഇൻട്രസ്റ്റ് തോന്നാൻ മാതാപിതാക്കൾ എടുക്കേണ്ട പെയിൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ അവൻ അത് കേട്ടൊരു 4-5 ചാപ്റ്റർ വരെ അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത്രയും നാളെന്ന് വെച്ചാൽ അവന് വായിക്കാനുള്ള ബുദ്ധിമുട്ടും എഴുതാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഈ വചനം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ആ വായിക്കാനുള്ള ബുദ്ധിമുട്ട്, എഴുതാനുള്ള ബുദ്ധിമുട്ട് അതെല്ലാം മാറിക്കിട്ടി. അപ്പോൾ 16 ചാപ്റ്റർ ഒരു വർഷം കൊണ്ട് നന്നായിട്ട് തറവായിട്ട് ആദ്യത്തെ 3 ചാപ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേഴ്സ് തൊട്ട് ലാസ്റ്റ് വേഴ്സ് വരെ അവൻ അതുപോലെ പറയായിരുന്നു. ഞങ്ങൾ പറയും, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഇത്രയും വയസ്സായിട്ട് എനിക്ക് ഒരു ചാപ്റ്റർ പോലും കാണാതെ അറിയത്തില്ല. അപ്പോൾ അവൻ
ഞാനും നമിച്ചു ഇത്രയും പ്രായമായിട്ടും അച്ഛനായിട്ടും എനിക്ക് ഇത്രയൊന്നും കാണാൻ അറിയത്തില്ല. അപ്പോൾ അത് ഫുൾ അതുപോലെ തന്നെ ഈ വർഷമാണെങ്കിലും സെയിം ഇതായിരുന്നു. ബൈബിൾ ക്വിസിന് വേണ്ടി ആദ്യത്തെ ദിവസം തുടങ്ങി ഒരുങ്ങി. അപ്പോൾ ഓരോ ആഴ്ച ബൈബിൾ ക്വിസ് നടക്കുന്നുണ്ട് ക്ലാസ് വൈസ്. അപ്പോൾ അതിന് ഫുൾ മാർക്ക് മേടിക്കാനുള്ള ഒരു ശ്രമമാണ്. എനിക്ക് ചുമ്മാ ഒന്നും കിട്ടിയാൽ പോരാ, ഫുള്ളായിട്ട് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ടായിരുന്നു. ചേച്ചി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാതാപിതാക്കൾക്കുള്ള നല്ലൊരു ടിപ്സ് ഇതിനകത്ത് വന്നിരുന്നു. ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഓർമ്മശക്തി കുറവുണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല, സബ്ജക്റ്റിൽ മാർക്ക് കിട്ടുന്ന പരാതിയുള്ളവർക്കുള്ള നല്ല മരുന്നാണിത്. മക്കളെ വചനം പഠിപ്പിക്കുക ആദ്യം. ഈ വചനം കൊണ്ട് തലച്ചോറ് നിറഞ്ഞു കഴിയുമ്പോൾ, വചനം വായിച്ച് കണ്ണ് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, വചനം വായിച്ച് അവരുടെ അധരങ്ങൾ ഉറക്കെ വായിച്ച് അധരങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു കഴിയുമ്പോൾ പിള്ളേർക്ക് ഗ്രാജുവലായിട്ട് പഠിക്കാനുള്ള ഗ്രേസും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപയൊക്കെ നിറഞ്ഞു കിട്ടും. പിന്നെ പഠിത്തമൊക്കെ ഭയങ്കര കാമാൻ കോയറ്റായിട്ട് പോകും. ഒരു വചനം കൂടി ചേർത്ത് പറയാം: നീ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ശേഷം എല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടുള്ളൂ. ആദ്യം ആത്മീയ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുക, ട്രസ്റ്റ് കൊടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ഗ്രാജുവലായിട്ട് പുറകെ വന്നോളും. ചേച്ചി ഈ വചനം വീട്ടിൽ ഇവർ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ അന്തരീക്ഷത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്, ഒരു വിശുദ്ധീകരണം. അപ്പം അത് വല്ലാതെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും അല്ലേ? നമുക്കിവിടെ മുമ്പ് വന്നൊരു ഗസ്റ്റായിട്ട് വന്നൊരു സ്വപ്ന ചേച്ചി പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ചേച്ചി പിള്ളേർ വചനം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു നിഷ്ഠയെപ്പറ്റി, പ്രത്യേകിച്ച് ഇട ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ചേച്ചി പറഞ്ഞതാണ്. ചേച്ചി ആദ്യമൊക്കെ വീട്ടിലൊരു ബോർഡിൽ എഴുതിയിടുമായിരുന്നു വചനം ചേട്ടനുള്ള സമയത്തൊക്കെ. അപ്പോൾ എന്നിട്ട് അവരെല്ലാം തന്നെ ഫാമിലി റിപ്പീറ്റ് ചെയ്ത് കാണാൻ പഠിക്കുമായിരുന്നു. കുറച്ച് സമയം ചേച്ചി ഇത് പോരാ, കാരണം നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അവർ 3 നേരം മക്കൾ വചനം കഴിച്ച് വളരണമെന്ന്. കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടില്ല. എൻ്റെ ചേച്ചി ഈശോ തന്നെ പറഞ്ഞിട്ടില്ല വെച്ചാൽ നിങ്ങൾ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വാവിൽ നിന്ന് പറഞ്ഞ വചനങ്ങൾ കൊണ്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ വചനം പഠിപ്പിക്കാൻ വേണ്ടി രാവിലെ തന്നെ 3 വചനം എഴുതി കൊടുക്കും. ഭക്ഷണത്തിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഈ 3 വചനം പഠിച്ചെഴുതണം. ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് ഇതേ വചനം തന്നെ വീണ്ടും ഒന്നുകൂടി എഴുതണം. വൈകിട്ട് കഴിക്കുമ്പോൾ വീണ്ടും. അത് 3 നേരം ആദ്യം വചനം കൊടുക്കും, പിന്നീട് അപ്പം കൊടുക്കും. ചേച്ചി തുടർന്നോളൂ ചേച്ചി. അത് അപ്പോൾ മൂത്ത മോൻ ഇങ്ങനെ പഠിക്കുന്ന കണ്ടപ്പോൾ രണ്ടാമത്തെ ആൾ 1-ാം ക്ലാസ്, അവൻ UKG പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവൻ ലെറ്റേഴ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അവനും ഒരു ആഗ്രഹം വചനം പഠിക്കുന്നത്. അപ്പോൾ അവനൊരു ബുക്കൊക്കെ എടുത്ത് സങ്കീർത്തനങ്ങൾ എടുത്തിട്ട് അപ്പോൾ അതിൽ നോക്കി അവന് വായിക്കാനോ ലെറ്റേഴ്സ് കൂട്ടി എഴുതാനോ ഒന്നും അറിയില്ല. അപ്പോൾ അതിൽ ഓരോന്ന് ലെറ്റേഴ്സും നോക്കി അവൻ ആ ബുക്കിൽ പകർത്തി എഴുതി. അപ്പോൾ എഴുതി കണ്ടത് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുക. അത് വലിയൊരു ഇതാണ്. അമ്മ ഞാൻ ഇത്രയും എഴുതി കഴിഞ്ഞു, വലിയൊരു സന്തോഷത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പോൾ പിന്നീടാണെങ്കിലും നമ്മളെ കൊണ്ട് പറഞ്ഞ് വായിപ്പിച്ച് പഠിക്കുമായിരുന്നു അവന്. അമ്മ ഇത് എന്നാന്നും പറഞ്ഞതാ, എനിക്ക് പഠിക്കാനാന്നും പറഞ്ഞ് അങ്ങനെ വചനത്തോട് ഒത്തിരി ഒരു താല്പര്യം. അവരിൽ നിന്ന് ഞങ്ങൾക്കും ഒത്തിരി ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ട്, വചനം കൂടുതൽ പഠിക്കാനും വായിക്കാനും. അപ്പം മൂത്ത മോന്റെ കൂടി ഇരുന്ന് പഠിച്ചത് കൊണ്ട് എനിക്കും അതിൻ്റെതായ ഒത്തിരി ഗുണങ്ങൾ. ഞാനൊരു സംശയം ചോദിച്ചത്, ഇതിപ്പോ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം വന്നത്? ചേച്ചി പ്രഗ്നൻസി പീരീഡിൽ വചനത്തിന് കൂടുതൽ ശക്തിയും ഊന്നലൊക്കെ കൊടുക്കുമായിരുന്നു? പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ബൈബിൾ ഫസ്റ്റ് മൂത്ത മോനില്ല, രണ്ടാമത്തെ മോനായപ്പോൾ തൊട്ട് ഓഡിയോ ബൈബിൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ഒരു ബൈബിൾ ക്വിസ് ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ വായിച്ച് പഠിക്കാനൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും കിച്ചണിൽ പോയാലും എന്ത് ജോലി ചെയ്യുമ്പോഴും ഈ ഓഡിയോ ബൈബിൾ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് കേട്ട് കുറെ പഠിക്കാൻ പറ്റി, നന്നായിട്ട് അത് ചെയ്യാനും പറ്റി. അത് അതിൽ നിന്നാണ് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. മോനും ഒരു ഓഡിയോ ഉണ്ടായിരുന്നെങ്കിൽ അവനും അപ്പോൾ നോക്കുമ്പോൾ NRSVയുടെ ഓഡിയോ വേർഷൻ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ വായിച്ച് റെക്കോർഡ് ചെയ്ത് അവന് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്കൂളിൽ വന്നൊരു അച്ഛൻ പറയായിരുന്നു. അച്ഛന് ധ്യാനത്തിന് പോയപ്പോൾ ഒരു കൊച്ചു പയ്യൻ 3-4 വയസ്സേ ഉള്ളൂ. അവനിങ്ങനെ ചറപറാന്ന് വചനം പറയുകയാണ്, കൊട്ടേഷൻ സഹിതം പറയാണ്. അച്ഛൻ അത്ഭുതപ്പെട്ട് ഈ അമ്മയെ എടുത്ത് വെച്ചു, എങ്ങനെ ഇത്രയും വചനം ഇവനെ പഠിപ്പിച്ച് ഇത്ര കുഞ്ഞുറായത്തില്? അപ്പൊ അമ്മ പറഞ്ഞു, അച്ഛൻ ഞാൻ പഠിപ്പിച്ചതല്ല, ഇവനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഞാൻ ലോഗോസ് ക്വിസിന് പ്രിപ്പയർ ചെയ്തു. എനിക്ക് ക്വിസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരു ഫ്രൂട്ട് ഉണ്ടായത് ഈ കുഞ്ഞു വചനം പഠിച്ചു. അവനെല്ലാം അകത്ത് കിടന്നവരെല്ലാം കൃത്യമായിട്ട് കിട്ടി. ഇത് ഭയങ്കര, കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ എല്ലാം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രായശേഷമാണല്ലോ. അപ്പം അതിൻ്റെ സമയം കഴിഞ്ഞു പോകുന്നു. നമ്മൾ ആദ്യം നമ്മുടെ ഏജസാമിയുടെ വലിയ കോൺട്രിബ്യൂഷൻ ആയ വൂം ക്യാറ്റ്, ആദ്യത്തെ കാറ്റഗറീസ് നമുക്ക് ഉദരത്തിൽ തന്നെ വൂമ്പിൽ വെച്ച് തന്നെ കൊടുത്തു പോകാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ചേച്ചി പറഞ്ഞു തന്നെ. ചേച്ചി കണ്ടിന്യൂ ചെയ്തോളൂ. അതുപോലെ തന്നെ വെച്ചാൽ കാറ്റഗിസം എക്സാമിനൊക്കെ ഇവർ പിന്നെ കാറ്റഗിസ് എക്സാം ആവുമ്പോൾ എൻ്റെ അമ്മ വരാറുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ ഇവരെ ഇളയവരെ വെച്ചുകൊണ്ട് മൂത്തവരെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അമ്മേനെ ഒരാഴ്ചത്തേക്ക് അല്ല ഒരു 5-6 ദിവസത്തേക്ക് വിളിച്ചു വരുത്തും. അത് അവരും ഒത്തിരി എൻകറേജ് ചെയ്യുന്നുണ്ട് കേട്ടോ, പേരൻസ് ഒത്തിരി എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പപ്പ ആണെങ്കിലും ഈ എക്സാമിൻ്റെ സമയത്ത് ഇവന് കാറ്റഗിസ് സ്കോളർഷിപ്പിൻ്റെ എക്സാമിൻ്റെ ഒക്കെ സമയത്ത് വീട്ടിൽ തിരികെ വെച്ച് ഇവന് വേണ്ടി ആ 2 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു.
ഇത് വലിയ എൻട്രൻസ് എക്സാമിനൊക്കെ ആൾക്കാർ നമ്മുടെ നൊവേന പള്ളികളിൽ നിന്ന് ഇറങ്ങാതെ അവിടെ തന്നെ കുമിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലാണല്ലോ. ആദ്യമായിട്ട് സൺഡേ സ്കൂളിൽ പരീക്ഷയ്ക്ക് വളരെ കേരളത്തിലൊക്കെ ആൾക്കാർ വന്നിരുന്ന് നൊവേനയിൽ പ്രാർത്ഥിക്കുന്നു പറയുന്നത്. ഇക്കാലത്ത് പലരും പറയാനുള്ളത് കാറ്റഗിസം ടെക്സ്റ്റ് നമുക്ക് എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ വായിച്ച് പഠിച്ചാൽ പോരെ, അതിന് ഇത്രയും ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ ഈ മാതാപിതാക്കൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അതേപടി കുഞ്ഞുങ്ങൾ കിട്ടുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ടതെന്നുള്ളത്. അത് കാറ്റഗിസം പഠിക്കുന്നതിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവനെ പിടിക്കാറുണ്ട്. അതിന് മാത്രം ഉഴപ്പാൻ സമ്മതിക്കാറില്ല. അതായത് പിന്നെ ഇങ്ങനെ തന്നെ കൃത്യമായി എഴുതി പഠിക്കണം. സ്പെല്ലിങ്സ് ചുമ്മാ ഒരു വായിച്ച് പഠിക്കുക അതിന് വിടാറില്ല. അത് കൃത്യമായ എല്ലാം പഠിക്കുന്ന എല്ലാം വ്യക്തതയോടും കൃത്യതയോടും കൂടി ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നല്ല നിർബന്ധം. കൺഗ്രാജുലേറ്റ് യു സിൻസിയർലി. ഒരു കാര്യം ഞായറാഴ്ചകളിൽ ഞാൻ പലപ്പോഴും നമുക്ക് തോന്നാനുള്ളത്, നമ്മൾ ശരിക്കും പരിശുദ്ധാത്മാവിനോട് ഒന്ന് സഹകരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചില സിറ്റുവേഷൻസ് കിട്ടും. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം കൊടുക്കാനുള്ള ചില സാധ്യതകൾ, സമയമുണ്ടല്ലോ. ഒരിക്കലും ഞങ്ങളിങ്ങനെ ഒരു വീട്ടിലൊരു പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് കേട്ടണം, തീ പോലെ ഇറങ്ങണം എന്നൊരു പാട്ട് കേട്ടു. അപ്പം അതിനകത്ത് കാർമൽ മലയിൽ ഞാൻ കൈമേഘം ഞാൻ കാണുന്നു എന്നൊരു പാട്ട് വരുന്നു. അപ്പോൾ അവർ ചോദിച്ചു കൈമേഘമോ, അതെന്ത് മേഘമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ചാൻസ് ആയി. പെട്ടെന്ന് ബൈബിൾ എടുത്തു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ ആ സംഭവം ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ ഇത് ഭയങ്കര രസമായപ്പോൾ പിന്നെ ഇനി അടുത്ത ദിവസം ഇന്ന് വേറൊരു സംഭവം പറയണം. അപ്പോൾ ഇത് ബൈബിൾ പഠിക്കാനുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ചില പ്രത്യേക ടെക്നിക്കുകൾ, എസ്പെഷ്യലി സൺഡേസിൽ സമയമുണ്ട് നമുക്ക്. അന്ന് നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ അന്ന് എന്താണെങ്കിലും സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും. എനിക്ക് അതിനകത്തോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡ്രസ്സ് മേടിക്കുന്നതിനേക്കാൾക്ക് ഉപരിയായി അവർക്ക് മേടിച്ചു കൊടുക്കുന്ന ആദ്യത്തെ സമ്മാനം ഒരു ബൈബിളാണ്. വണ്ടർഫുൾ. അത് എല്ലാവർക്കും ഉള്ള നല്ലൊരു ടിപ്പാണ്, പാരന്റൽ ടിപ്പാണ്. അത് ഇങ്ങനെ അവർ വായിക്കാൻ അറിയുന്നോടം വരെ ഞങ്ങൾ അത് ഞങ്ങൾ പ്രയർ ചെയ്യുന്ന ഷെൽഫിൽ വെച്ചിരിക്കും. അപ്പം എൻ്റെ മൂത്തമാൻ അത് ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് ഉപയോഗിച്ച് ഇപ്പം മാർക്കും ലൂക്കിലും പേജുകളൊക്കെ ഓൾമോസ്റ്റ് കീറിയും വരച്ചും ഒക്കെ മൊത്തം. പിന്നെ ഇളയ ആൾക്കാരൊക്കെ പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ബൈബിളിൻ്റെ ആ ഒരു ഭാഗം മുഴുവൻ തീരുമാനമായി. അപ്പം ഹോളി കമ്മ്യൂണിന് വേറെ ബൈബിൾ കിട്ടുമെന്നൊരു സന്തോഷത്തിലാണ് അവൻ ഇരിക്കുകയാണ്. അപ്പം രണ്ടാമത്തെ ആള് അവന് ഈ UKG പഠിക്കുമ്പോഴാണ് ആ ബൈബിൾ എടുക്കുന്നത്. അന്നേരം അവന് അത്യാവശ്യം അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. മൂന്നാമത്തെ ആളുടെ ബൈബിൾ ഇപ്പോഴും 3 വയസ്സായിട്ടുള്ള അവൻ്റെ ബൈബിൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ബൈബിളാണ്, നിനക്കുള്ളതാണ് എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അത് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് തന്നെ തോന്നും, ഇത് എനിക്കുള്ളത് മാത്രമാണ്, അത് എൻ്റെ പേഴ്സണലാണ്, അതെൻ്റെ പേഴ്സണൽ സാധനമാണ്. അപ്പം ഞാൻ പഠിച്ചിരിക്കണം. അങ്ങനെ വചനത്തിൽ വളരാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിച്ചു. ചേട്ടൻ പറയുമ്പോൾ ഞാനിങ്ങനെ തമാശ ഭാവം ആലോചിക്കുമായിരുന്നേ. പലപ്പോഴും നമ്മൾ സമയം കിട്ടുമെങ്കിൽ വീട്ടിലെ ബൈബിളൊക്കെ ഒന്ന് തുറന്നു നോക്കിയാൽ നല്ലതായിരിക്കും. പലപ്പോഴും പല പേജൊക്കെ ഒട്ടിയിരിക്കുമായിരിക്കും, ഇതൊരു തുറക്കാത്തതുകൊണ്ട് നമ്മൾ വലിച്ചു കീറി, അല്ലെങ്കിൽ ഇപ്പോൾ സ്കെയിലൊക്കെ എടുത്ത് സൈഡൊക്കെ കീറി തുറക്കേണ്ടി വരും. അപ്പോഴാണ് ഇവിടെ ഉപയോഗിച്ച് കുഞ്ഞ് എത്ര 10 വയസ്സ് മൂത്ത അവൻ്റെ ബൈബിള് കീറിപ്പോയെന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ കാറ്റഗിസത്തിൻ്റെ ഭാഗമായിട്ട് വിശ്വാസ പരിശീലനം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സൺഡേ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കാറ്റഗിസം പഠിക്കുന്ന എല്ലാ കുട്ടികളോടും പറയും, ഒരു കാറ്റഗിസം അധ്യാപകനെയോ അല്ല, നിങ്ങൾ മുതിർന്ന ആരെ കണ്ടാലും നിങ്ങൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് സ്തുതി ചെല്ലണം. അപ്പം ആദ്യമൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടികൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലെത്തി. പക്ഷേ ഇന്ന് പോലും ഏത് വഴിക്ക് ഞങ്ങൾ ഏത് തിരക്കിൽപ്പെട്ട് പോയപ്പോൾ, പ്രത്യേകിച്ച് പള്ളിയിൽ വെച്ച് നമ്മൾ ഏത് തിരക്കിൽപ്പെട്ട് പോയാലും ആ പിള്ളേരൊന്ന് സ്തുതിയിലും. അപ്പം ആദ്യത്തെ ഒരു എഫേർട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് സ്തുതിയില്ല എന്നുള്ളത്. അപ്പോൾ പലരും, അപ്പം ഞാനും സ്റ്റെല്ലയും കുഞ്ഞുങ്ങളും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. പലരും ഞങ്ങളിങ്ങനെ സ്തുതി കൊടുക്കുന്ന കുടുംബം എന്ന് വരെ ഞങ്ങളോട് എന്ന് പറയാറുണ്ട്. അപ്പം പിന്നെ ഞാൻ മക്കളോട് തീർച്ചയായിട്ടും പറയുന്നൊരു കാര്യം അച്ഛന്മാർ സിസ്റ്റേഴ്സ് തീർച്ചയായിട്ടും സ്തുതി കൊടുക്കണം. അതുകൂടാതെ ഏത് കാറ്റഗിസം ടീച്ചേഴ്സിനും ഏത് മുതിർന്നവർക്കും അതുപോലെ നമ്മുടെ കൂടെയുള്ള പിള്ളേർക്കും നമ്മൾ സ്തുതി കൊടുത്ത് ആ ഒരു തമ്പുരാന് ഒരു അഭിവാദനം ചെയ്യുകയാണ്. നമ്മൾ വി ആർ പ്രൈസിങ് ആൻഡ് ഗ്ലോറിഫൈങ് ഗോഡ്, ആ ഒരു സ്തുതി കൊടുത്തുകൊണ്ട് ആ ഒരു മെത്തേഡ് ഞങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഇത് നമ്മുടെ ആദിമ സഭയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു. ആദിമ ക്രൈസ്തവർ, പ്രത്യേകിച്ച് അപ്പസ്തലന്മാരുടെ കാലഘട്ടം മുതലുള്ളവരൊക്കെ അവർ പരസ്പരം കാണുമ്പോൾ അവരിങ്ങനെ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ എന്നല്ല പറയും, അവർ കൈ കൊടുത്തിട്ട് പറയും ഹീ ഈസ് റിസൺ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് അവരൊരു കോഡ് വാക്ക് പോലെ എവിടെ വെച്ച് കണ്ടാലും അവർ പറയാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഫിലിപ്പീൻസിൽ ഞങ്ങളുടെ പള്ളികളിൽ ചെയ്യുന്ന മനോഹരമായ ഒരു ആചാരമുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ രണ്ടുപേർ വഴി വെച്ച് കണ്ടാൽ പോലും അച്ഛനൊക്കെ ആണെങ്കിൽ ഓടി വന്നിട്ട് ഇങ്ങനെ സൂത്രം കാണിക്കും. ഞാൻ സൂത്രം കാണിച്ചില്ല, ഒരു കൈ പിടിച്ചിട്ട് ഇങ്ങനെ വെപ്പിക്കും. എല്ലാവരും വന്നിട്ട് കൈ പിടിച്ച് നെറ്റിയിലേക്ക് വെപ്പിക്കും. നമ്മളിങ്ങനെ അച്ഛന്മാരെ കാണുമ്പോഴത്തേക്ക് കൈ പിടിച്ച് ഇങ്ങനെ നമ്മൾ അങ്ങനെയല്ല, അവർ പരസ്പരം ഇപ്പോൾ ഒരു പ്രായമായ ഒരാളെ കാണുവാണെങ്കിൽ പള്ളിയിൽ വന്നിരിക്കുന്ന ഒരാളെ കാണും, നേരെ വന്നിട്ട് കൈയെടുത്ത് ഇങ്ങോട്ട് വെക്കും.
അപ്പോൾ എനിക്ക് ആദ്യം കാണുമ്പോൾ സ്ട്രേഞ്ച് ഇന്നവർ കാണിക്കുന്നത്. പിന്നെ മനസ്സിലാക്കിയത് ഇവർ ശരിക്ക് അവർ ദൈവിക സാന്നിധ്യം ഈ കരത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ പൊടി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരും കുർബാന കഴിയുമ്പോഴത്തേക്ക്. ഈ പൊടി കുഞ്ഞു അച്ഛനെ കാണുമ്പോഴത്തേക്ക് ചിരിച്ച് കാണിച്ചിട്ട് കൊച്ചുങ്ങളൊക്കെ നമ്മൾ കൊടുത്തില്ലേ പോലും നമ്മുടെ കൈ എടുത്ത് നേരെ തലയിലേക്ക് വെക്കും. കുർബാന കഴിയുമ്പോൾ ഒരു നീണ്ട നിര കാണുമേ. അപ്പോൾ നമ്മൾ ഒരു കൈ കൊടുത്തുമ്പോൾ ആൾക്കാർ ഈ കൈ പിടിച്ചോണ്ട് പോകും, രണ്ട് കൈ ഓടിക്കൊണ്ട് നമ്മളൊന്നും ചെയ്യണം, അവർ തന്നെ പിടിച്ചിട്ട് പോയിക്കോളും. അവസാനം ഭയങ്കര ആൾക്കൂട്ടാണ്. ഞാൻ പിന്നെ നമ്മുടെ കേരള സ്റ്റൈലിൽ എല്ലാവർക്കും തൊട്ട് സുഖി കൊടുത്തിട്ട് പോകും. അവർ എത്ര നേരം നിൽക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭയങ്കര ഒരു സംഭവമുണ്ട്. ഈ ഞായറാഴ്ച ചൈതന്യം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കേണ്ട ചൈതന്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സാബത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ ഞായറാഴ്ചയിലേക്ക് ഒതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന എല്ലാ ദിവസവും കർത്താവിൻ്റെ ദിവസമാണല്ലോ. ഈ ഞായറാഴ്ച പോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധമായിട്ട് തന്നെ ആചരിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പോകാൻ, നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ചെറിയ പ്രിപ്പറേഷന് ശേഷം തലേദിവസം വൈകുന്നേരത്തെ നമ്മുടെ ജപമാലയ്ക്ക് ശേഷമുള്ള വചനവായന സാധിക്കുമെങ്കിൽ ആ ലിറ്റർജിക്കൽ കലണ്ടറിലെ പിറ്റേ ദിവസം വചനവായന ആക്കാമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതേ വചനമൊക്കെ ഒന്ന് ഓർത്ത് കിടക്കാൻ, രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അതേ വചനത്തിൻ്റെ ഓർമ്മകളോടെ ജപമാലയത്തിൽ ദേവാലയത്തിലേക്ക് പോകാൻ എത്ര മനോഹരമായിരിക്കും. ഞാനൊരു വചനഭാഗം വായിച്ചിട്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 13 മുതൽ തിരുവചനങ്ങൾ. സാബത്തിനെ പറ്റി കർത്താവ് നൽകുന്ന നിർദ്ദേശമാണ് പ്രവാചകന്. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്ന് പിന്തിരിയുക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിൻ്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥഭാഷണത്തിൽ പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഇതിൻ്റെ മനോഹരമായ ഭാഗം, നിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ദിവസമല്ല, എൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ദിവസമാണ് സാബത്ത്. അങ്ങനെയെങ്കിൽ നിൻ്റെ ഇഷ്ടങ്ങളെയും നിൻ്റെ ഹൃദയാഭിലാഷങ്ങളെയും ഞാൻ പൂർത്തീകരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ഓർമ്മകളോടെയും കർത്താവിൻ്റെ കൽപ്പനകളോടും പൂർണ്ണമായി ചേർന്ന് നിൽക്കാനുള്ള, എൻ്റെ ഇഷ്ടങ്ങൾ ഒരല്പം ബലി കഴിക്കാനുള്ള വലിയ ദിവസമായി കാണാനായിട്ട് നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഞായറാഴ്ചകളെ പ്രത്യേകിച്ച് പ്രയോജനപ്പെടുത്താം. ചില ആൾക്കാർക്ക് ഈ ജോലി തിരക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ജോലികൾ, ഹോട്ടൽ ജോലികൾ, അപ്പോൾ അവർക്ക് ഇത് വേഗം ബുദ്ധിമുട്ട് വരും. ഞങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, സഭയുടെ പ്രബോധനം അനുസരിച്ച് എവിടെയായിരിക്കുമ്പോഴും ആ ഒരു ചൈതന്യത്തോടു കൂടി, ആ ഒരു ചിന്തയോടു കൂടി നിങ്ങളുടെ ജോലികൾ വ്യാപൃതരാകുമെന്നാണ് സഭ പറയുന്നത്. ഇതൊരു വലിയൊരു ആശ്വാസ സുവിശേഷമാണ്. പ്രായമാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ, ചില ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക്, അസുഖം മൂലം വരാത്തവർക്ക്, അത് വലിയ മാരകമായിട്ട് തന്നെ അവർ കരുതുന്നത്. അത് വലിയ മാരകമായിട്ട് കരുതേണ്ട ആവശ്യം പോലുമില്ല. മറിച്ച് അവർക്ക് സാധിക്കും, നിവൃത്തികേട് കൊണ്ടോ അസുഖം കൊണ്ടോ ഒക്കെ പള്ളി ഞായറാഴ്ച കുർബാന പങ്കെടുക്കാതിരിക്കുന്നത് അത് പാപമേ ആവുന്നില്ല. കാരണം അത് അവർ മനസ്സാൽ, അവർ ആത്മനാൽ ആ ബലിയിൽ പങ്കെടുക്കുക എന്നുള്ള. അല്ലെങ്കിൽ നമ്മൾ ശാലം പോലെയുള്ള TV-കളിലൊക്കെ ഇപ്പോൾ വിശുദ്ധ കുർബാന നമുക്ക് അവൈലബിൾ ആണ്. ആ സമയം പൂർത്തീകരിക്കുക. ഇത് ജോലിയിൽ നമുക്കൊരു ചില കാര്യങ്ങൾ മിസ്സായതാണ്. പക്ഷേ മറുപറുണ്ട് കേട്ടോ, ചില ജോലി ഉപേക്ഷിച്ച ആൾക്കാരെ എനിക്കറിയാം. ഈ ഞായറാഴ്ച ജോലി വരുന്നതുകൊണ്ട് തന്നെ ആ ജോലി ഉപേക്ഷിച്ചിട്ട് ജോലിയും കൂലിയും ഇല്ലാതെ കർത്താവ് തരും എന്ന് ഉറപ്പിച്ച് ഇറങ്ങിപ്പോയ ആൾക്കാർ അതിന് മുമ്പിലുണ്ട്. പക്ഷേ നിസ്സഹായാവസ്ഥ മൂലം വിശുദ്ധ ബലി പങ്കെടുക്കാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ ഞായറാഴ്ച ജോലിക്ക് പോകേണ്ടവർക്കുള്ള ഒരു ആശ്വാസത്തിന്റെ കാര്യമാണ് ഉറപ്പായിട്ടും. അതെ, അതൊരു എക്സ്ക്യൂസ് ആവുകയും ആശ്വാസം മാത്രമാണ്. പിന്നെ നമുക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്, പക്ഷേ നമ്മുടെ സമയം തീരുന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമുക്ക് കുടുംബം ഒന്ന് ചേർന്ന് നിൽക്കാം. തമ്പുരാന്റെ മുമ്പിൽ കുടുംബം മുഴുവൻ ചേർന്ന് നിൽക്കട്ടെ. നമ്മൾ പറയുന്നത് മുഴുവൻ കർത്താവിൻ്റെ ദിവസം, കർത്താവിൻ്റെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കരുതുക. ദൈവത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. എൻ്റെ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനും ഒന്നാമനും എല്ലാം കർത്താവ് തന്നെ. അവൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കലാണ് എൻ്റെ കുടുംബം ഏറ്റവും ആദ്യമായും അവസാനമായും ശ്രദ്ധിക്കേണ്ടത്. കർത്താവേ, ഈ കാര്യങ്ങളുടെ മേൽ എനിക്കും അറിവിൻ്റെ തലത്തിൽ എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് തമ്പുരാനെ. പക്ഷേ അത് ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ നിസ്സഹായാവസ്ഥകളിലും പലപ്പോഴും ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം പോകാനുള്ള എൻ്റെ പ്രലോഭനങ്ങളുമെല്ലാം എന്നെ നീ കൃപയോടെ കനിവോടെ കാണണമേ. എനിക്ക് കുറച്ചുകൂടി ശക്തി തരണമേ. എൻ്റെ പല ഇഷ്ടങ്ങളോടും നോ പറയാൻ, എൻ്റെ പല കൂട്ടുകെട്ടുകളോടും നോ പറയാൻ, എൻ്റെ പല താല്പര്യങ്ങളും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ദിവസമായിട്ട് ഏറ്റവും പരിശുദ്ധിയോടെ ഈ സാബത്ത് ദിവസങ്ങൾ, ഞായറാഴ്ച ദിവസങ്ങൾ ആഘോഷിക്കാൻ നിൻ്റെ വിശുദ്ധ അൾത്താരയോടും നിൻ്റെ തിരുവചനത്തോടും വിശുദ്ധരോടും പ്രത്യേകിച്ച് എൻ്റെ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥനാപൂർവ്വം ചേർന്ന് നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. തമ്പുരാനെ, ഈ നിമിഷം വർഷങ്ങളായിട്ടൊക്കെ ഞായറാഴ്ച കുർബാനകളൊക്കെ മുടക്കി നിൽക്കുന്ന
സഭയുമായിട്ടൊക്കെ അകന്നു നിൽക്കുന്ന, ഏതെങ്കിലും കാരണത്തിൽ അകന്നു പോയ, തമ്പുരാൻ പ്രത്യേകിച്ച് കാറ്റഗിസമൊക്കെ ഒട്ടും തന്നെ പഠിക്കാൻ തന്നെ പറ്റാതെ പോയ കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ നാളിതുവരെ ഈ വചനം പഠിപ്പിച്ച, കാറ്റഗിസം പഠിപ്പിച്ച എല്ലാവരെയും, വൈദികരെയും സന്യസ്തരെയും അൽമായരെയും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെയൊക്കെ തമ്പുരാനെ നിന്റെ തിരുഹൃദയത്തിലേക്ക് നന്ദിപൂർവ്വം ചേർത്ത് വയ്ക്കുന്നു. കാരണം അവരിലൂടെയാണ് ഈ ഞായറാഴ്ചയുടെ വിശുദ്ധി ഞങ്ങൾ അറിഞ്ഞത്, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചത്. അവരെയൊക്കെ ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുകയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കൊന്ന് ചേർന്ന് തമ്പുരാൻ തിരുഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കാം, പരിശുദ്ധ അമ്മയിലൂടെ ചേർത്ത് വയ്ക്കാം. എല്ലാ കാര്യങ്ങളിലും ആമേൻ പറഞ്ഞ അമ്മ, ദൈവിക കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുത്ത അമ്മ നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവിക കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കാൻ ഇന്ന് തന്നെ ശക്തിയും കൃപയും സ്വർഗത്തിൽ നിന്ന് വാങ്ങിത്തരും. നമുക്കൊന്ന് ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഞായറാഴ്ചയാണല്ലോ. ഈ ഞായറാഴ്ച കടന്നു പോവുകയാണ്. സാധിക്കുമെങ്കിൽ കുടുംബം ഒന്ന് ചേർന്ന് ഒരു 5 മിനിറ്റ് ഇരുന്ന് എങ്ങനെ അടുത്ത ഞായറാഴ്ച മുതൽ എൻ്റെ ഞായറാഴ്ചകളെ വിശുദ്ധമാക്കാമെന്ന് ഒന്ന് ധ്യാനിക്കുന്ന നല്ലതാണ്. ആമേൻ.